السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മളുടെ നഫ്സിനെ ശുദ്ധിയാക്കുന്നതിൽ, ആത്മസംസ്കരണം പ്രാപിക്കുന്നതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയെന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഭൂമിയിലേക്ക് നാം വരുന്ന സന്ദർഭത്തിൽ തന്നെ നാം ഓരോരുത്തരുടെയും ഭൂമിയിലെ നിശ്ചിതമായ കാലാവധി അത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു അവധി സമയം പ്രാപിക്കുന്നത് വരേക്ക് ഈ ഭൂമിയിൽ താൽക്കാലികമായി നിലനിൽക്കാനല്ലാതെ ഒരാൾക്കും ഈ മഹാപ്രപഞ്ചത്തിൽ ശാശ്വതവാസിയായി തീരുക സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ഉണർത്തുന്നുണ്ട്: ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. സൂറത്തുൽ അറാഫിലെ 34-ാമത്തെ വചനമാണ്. ഒരു മനുഷ്യന്റെ അവരുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാഴിക നേരത്തേക്ക് പോലും അവർക്കത് നീട്ടിക്കെട്ടുകയില്ല എന്നാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട സമയം നമ്മൾക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് മരിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ കൃത്യമാണ് നമ്മളുടെ ജീവിതത്തിന്റെ അവസ്ഥ. നിർണയിക്കപ്പെട്ട കുറെ ദിനരാത്രങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നു. പിന്നീട് മരണമെന്ന ആ വലിയ യാഥാർത്ഥ്യത്തിലൂടെ മറ്റൊരു ജീവിതത്തിലേക്ക്, ശാശ്വതമായ മരണാനന്തര ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. എത്രയെത്ര മനുഷ്യരെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രഭാതത്തിൽ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, വലിയ പ്രതീക്ഷകളുമായി, എന്തെല്ലാം സ്വപ്നങ്ങളുമായി, പുതിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നാൽ പലപ്പോഴും അവർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി വരുന്നത് വല്ല അപകടങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ മരണപ്പെട്ട് അവർ കഫൻ പുടവയിൽ ആ നിലയിൽ പൊതിയപ്പെട്ട നിലയിലാണ് അവർ പലപ്പോഴും വീടുകളിലേക്ക് മടങ്ങിവെത്തുന്നത്. എത്രയെത്ര മനുഷ്യരാണ് തന്റെ വീട്ടുകാരോട് എനിക്ക് ഭക്ഷണം തയ്യാറാക്കൂ, ഞാനത് കഴിക്കാൻ ഇന്ന സമയത്തെത്താം എന്ന് പറഞ്ഞത്. പക്ഷേ അത് കഴിക്കാൻ സാധിക്കാതെ എത്ര വേഗത്തിലാണ് എത്ര ആളുകൾ മരണപ്പെട്ടു പോയത്. അതുപോലെ എത്രയെത്ര മനുഷ്യരാണ് വസ്ത്രം ധരിച്ച് അതിന്റെ കുടുക്കുകൾ, അതിന്റെ ബട്ടണിട്ടത്, എന്നാൽ അത് തങ്ങൾക്ക് ഊരാൻ കഴിയാതെ, തങ്ങൾക്ക് അത് ഊരിമാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ മറ്റുള്ളവർ കുളിപ്പിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മറ്റുള്ളവർ നമ്മളുടെ വസ്ത്രത്തിന്റെ കുടുക്കുകൾ അഴിക്കേണ്ടി വന്നത് എത്രയെത്ര മനുഷ്യർക്കാണ്. ഇതൊക്കെ നാം നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന പച്ചയായ നിലയിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏത് സമയത്തും ഏത് രൂപത്തിലും ഏത് സന്ദർഭത്തിലും മരണമെന്ന ആ യാഥാർത്ഥ്യം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ആ ഒരു ഓർമ്മയും തിരിച്ചറിവും നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നാം നമ്മളുടെ ആത്മാവിനെ മലിനപ്പെടുത്താതെ മുന്നോട്ടു പോകും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ, അതിനെക്കുറിച്ച് ഓർക്കുന്നതിൽ വലിയ വലിയ നന്മകളും ഉപകാരങ്ങളും ഒക്കെയുണ്ട്. അതുവഴി അശ്രദ്ധമായ നമ്മളുടെ ഹൃദയങ്ങൾ ഉണരുകയും മരിച്ച ഹൃദയങ്ങൾ ജീവിക്കുകയും ചെയ്യും. അള്ളാഹുവിലേക്കുള്ള അടിമയുടെ മുന്നിൽ ആ അള്ളാഹുവിലേക്കുള്ള ആ ഒരു മനുഷ്യന്റെ ഒരു അടിമയുടെ മുന്നിടൽ എന്ന് പറയുന്നത് അത് കൂടുതൽ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കും. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നുള്ള അശ്രദ്ധയും തിരിഞ്ഞുകളയലുമെല്ലാം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും. കാരണം തന്റെ സമയം എപ്പോഴാണെന്ന് തനിക്കറിയുകയില്ലല്ലോ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള പറയുകയുണ്ടായി, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയാൽ എന്റെ ഹൃദയം നശിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്ക് പലപ്പോഴും നഷ്ടമായി തീർന്നതും അത് തന്നെയാണ്. മരിക്കുമെന്നുള്ള ആ ഒരു ബോധം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പോയി മറഞ്ഞു. നമ്മളുടെ ചുറ്റിലുമുള്ള പലരെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു, നീ മരിക്കും, നിങ്ങൾ മരിക്കും, എല്ലാവരും മരിക്കും, പക്ഷേ ഞാൻ മരിക്കും
എന്റെ മയ്യത്ത് കഫൻ ചെയ്യപ്പെടും, എന്റെ ആ പ്രാണനറ്റുപോയ ശരീരം എന്റെ വീട്ടിൽ ആ നിശ്ചലമായി കിടത്തിയിരിക്കുന്ന ആ ഒരു രംഗം അകക്കണ്ണ് കൊണ്ട് കാണാൻ നമ്മൾക്ക് കഴിയാത്തതാണ് പലപ്പോഴും നമ്മൾ അധർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് തടസ്സമായി തീരുന്നത്. സഹോദരങ്ങളെ, മരണശേഷം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും മരണത്തിന്റെ ശേഷം തന്റെ പര്യവസാനത്തെക്കുറിച്ചും ചിന്തിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യൻ നന്മയിലായിരിക്കുമെന്നാണ് മഹാനായ സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുല്ല പറയുകയാണ്. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ല ഇപ്രകാരം പറയാറുണ്ടായിരുന്നുവത്രേ: ഞാൻ സ്വർഗത്തിലാണെന്ന് സങ്കല്പിച്ചു. അങ്ങനെ അതിലെ അനുഗ്രഹപൂർണമായ ഫലങ്ങൾ ഞാൻ ഭക്ഷിക്കുന്നു, അതിലെ അരുവികളിൽ നിന്ന് ഞാൻ കുടിക്കുന്നു, അതിലെ സർവ്വ അനുഗ്രഹങ്ങളും ഞാൻ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് ഞാൻ നരകത്തിലാണെന്ന് സങ്കല്പിച്ചു. അതിലെ സഖൂം, നരകത്തിലെ ആ മരം ഞാൻ തിന്നുന്നു. അതുപോലെ തന്നെ സ്വദീദ്, ആ നരകത്തിലെ ആ പാനീയം ഞാൻ കുടിക്കുന്നു. അതിലെ ചങ്ങലകളും വിലങ്ങുകളും ഞാൻ അനുഭവിക്കുന്നു. പിന്നീട് ഞാൻ ഈ രണ്ട് കാര്യങ്ങളും ചിന്തിച്ചതിന് ശേഷം എന്റെ ആത്മാവിനോട് ചോദിച്ചു: അല്ലയോ ആത്മാവേ, നിനക്കെന്താണ് വേണ്ടത്? ആത്മാവ് എന്നോട് പറഞ്ഞത്: എനിക്ക് ദുനിയാവിലേക്കൊന്ന് മടങ്ങണം, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം, കാരണം അതാണ് വേണ്ടത് എന്ന് എന്റെ ആത്മാവിനോട് മന്ത്രിച്ചു. അപ്പൊ ഞാൻ എന്റെ ആത്മാവിനോട് പറഞ്ഞു: നീ ഇപ്പോൾ ആ ദുനിയാവിലാണുള്ളത്, അഥവാ നീ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തിൽ, ഏതൊരു മനുഷ്യനും മരണത്തിന് ശേഷം ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തിലാണ് നീയുള്ളത്. അതുകൊണ്ട് നീ കർമ്മനിരതനായി കൊള്ളുക എന്ന് എന്റെ ആത്മാവിനോട് പറഞ്ഞു എന്നാണ്. മഹാന്മാരായ നമ്മളുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു ജീവിതത്തെ കണ്ടത്. അതെ, നമ്മൾക്ക് നമ്മളുടെ ആത്മാവിനോട് പറയാൻ കഴിയണം: ഹേ ആത്മാവേ, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി ആരാണ് നമസ്കരിക്കുക? എനിക്ക് വേണ്ടി ആരാണ് നോമ്പ് നോൽക്കുക? എന്റെ പാപങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും എനിക്ക് വേണ്ടി ആരാണ് പശ്ചാത്തപിക്കുക? എനിക്ക് വേണ്ടി നന്മയുടെ പാഥേയങ്ങൾ ഒരുക്കാൻ ആരാണുള്ളത്? ഇല്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യന് അവൻ സമ്പാദിച്ചതല്ലാതെ ഒന്നും സ്വായത്തമാക്കുക സാധ്യമല്ലല്ലോ. ഈ ഒരു തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളുടെ ആത്മസംസ്കരണത്തിന്റെ ആ പാതയിലൂടെ, നന്മയുടെ വഴിയിലൂടെ നമ്മൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.